ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമരംഗത്തെ ഇടപെടൽ വളരെ പ്രധാനമാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചെല്ലാം ഒരു രൂപരേഖ തയ്യാറാക്കി ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തി പോകാൻ കഴിയണം. അതിലേറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, വർഗപരമായിട്ട് തന്നെ മുൻഗണന നൽകുക എന്നുള്ള നിലപാടും സ്വീകരിക്കണം. പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ഈ തിരിച്ചടി പരിഹരിക്കുന്നതിനുള്ള ശക്തമായ നിലപാടുകൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും. ബൂത്ത് തലം വരെയുള്ള പരിപാടികൾ പരിശോധിച്ച് അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും. കേന്ദ്ര നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ 4 കേന്ദ്രങ്ങളിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്ന 4 മേഖലാ യോഗങ്ങൾ 2, 3, 4 തീയതികളിൽ നടക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളാക്കി തിരിച്ച് പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ട സഖാക്കൾക്കെല്ലാം ഈ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മേഖലാടിസ്ഥാനത്തിലുള്ള ഇത്തരം യോഗങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് കൃത്യമായ ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സഹായകമാകുക. താഴെ തരം വരെ ജനങ്ങളോട് സംവേദിക്കാൻ ലോക്കൽ അടിസ്ഥാനത്തിലും ചിലപ്പോഴത് വിഭജിച്ചും ആ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനുമുള്ള ഒരു സൗഹൃദം എല്ലാ ലോക്കലുകളിലും രൂപപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 19 വരെയുള്ള തീയതികൾ ഉപയോഗിച്ച് കേരളത്തിലെ എല്ലാ ലോക്കലുകളിൽ ഇത്തരത്തിലുള്ള ബഹുജന കൂട്ടായ്മ അതിവിപുലമായ രീതിയിൽ സംഘടിപ്പിക്കണം. ആ കാര്യവും തീരുമാനിച്ച് കഴിഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് മതനിരാസമാണ് CPIM-ന്റെ മുഖമുദ്ര എന്നതിനിടെ വിശദീകരിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മതം ലോകത്ത് നിർവഹിച്ച ഗുണകരമായ കടമകളെല്ലാം അംഗീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. മതനിരപേക്ഷതയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. CPIM-ന്റെ പാർട്ടി പരിപാടി തന്നെ വിശ്വാസികൾക്കും മതവിശ്വാസം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇനി ഒരു വിശ്വാസമില്ലാത്തവർക്കും ജീവിക്കാൻ സാധിക്കുന്ന ഒരു നാടിനെക്കുറിച്ചാണ് പാർട്ടി പരിപാടി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് മതവിശ്വാസികൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന ചോദ്യവും ഉന്നയിക്കേണ്ടായി. ഒരു തടസ്സവുമില്ല. ഏത് വിശ്വാസിക്കും പാർട്ടിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ നിലനിൽപ്പ്. പാലസ്തീൻ പ്രശ്നത്തിലും സദാം ഹുസൈൻ്റെ പ്രശ്നത്തിലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടപെടുന്നത് കൃത്യമായ സാർവദേശീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അത് വോട്ട് തട്ടാനാണ് എന്നാണ് ലീഗ് നേതാവിൻ്റെ വ്യാഖ്യാനം. ഞങ്ങൾക്ക് ഈ സാർവദേശീയ പ്രശ്നങ്ങൾ എന്ന് പറയും ഇപ്പോഴും മാത്രമല്ല, സോവിയറ്റ് റഷ്യ ഉള്ളപ്പോഴും അതിശക്തിയായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോയിട്ടുള്ള പാർട്ടിയാണ് CPIM. സദാം ഹുസൈന് പിന്തുണ നൽകുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനവും
സാമ്രാജ്യത്വത്തിനെതിരായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി ലോകത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിട്ട് സദ്ദാം ഹുസൈൻ മാറിയപ്പോൾ ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളതിനെ ഇനിയും തള്ളിപ്പറയുക എന്നുള്ള നിലപാടിലേക്കല്ല പോകുന്നത്. മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രമാക്കുക എന്നുള്ള മതരാഷ്ട്ര ചിന്ത അതിവിടെ ഇന്ത്യയിലാവുമ്പോഴും ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അത് രണ്ടും വർഗീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മതരാഷ്ട്രവാദത്തിനാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത്. ലവ് ജിഹാദിനെ സംബന്ധിച്ച് പറയേണ്ടത് CPM ആണ് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത് എന്നാണ്. ലവ് ജിഹാദ് പ്രശ്നം സംഘപരിവാറിന്റെ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തെ കേരളത്തിൽ ശക്തിയായിട്ട് എതിർത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടും CPM-നെതിരായി ഇങ്ങനെയൊരു നിലപാട് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ എന്തിനാണ് സ്വീകരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തം. ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമും SDP-യും പോപ്പുലർ ഫ്രണ്ടും തമ്മിലെല്ലാം ഉണ്ടാക്കിയ ലീഗും കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുമ്പോൾ CPM-നെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഒതുക്കാൻ ഉതകുന്ന നിലപാട് പ്രസിഡന്റിന്റെ തന്നെ ഭാഗത്തുനിന്ന് ആവുമെന്നാണ് അവർ ധരിച്ചത്. അത് അവർ തന്നെ പരിഹാസ്യമാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകൾ പരിശോധിച്ചാൽ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീനാരായണ ദർശനം ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് രാജ്യസഭയിൽ കൊണ്ടുവന്ന അതിൻ്റെ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ച് ആ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത് അവർ തന്നെ ഗൗരവപൂർവം കാണേണ്ട ഒന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് BJP രൂപീകരിച്ച കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മുസ്ലിമിനെ പോലും ഉൾപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ മേലെ ഒരു തരത്തിലുള്ള പ്രശ്നവും അവർ ഉന്നയിക്കുന്നില്ല. ഇപ്പോൾ സംഘപരിവാർ അജണ്ടയുടെ അതിന് കീഴടങ്ങുന്ന രീതിയിലുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സർവമത സംഗമം നടത്തി എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടാണിപ്പോൾ ഞാൻ ആദ്യം പറയുമ്പോഴേ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘപരിവാറിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും SNDP-യുടെ വിവിധ നേതൃനിരയിലുള്ളവരും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. അപ്പോൾ ഇതൊന്നും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ ഒരു നിലപാടല്ല എന്ന് മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും മനസ്സിലാക്കും. അല്ലാത്ത രീതിയിലുള്ള വർഗീയ ധ്രുവീകരണ ശ്രമത്തെ ജനങ്ങൾ ശക്തിയായിട്ട് എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച നടത്തിയിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങാനും വർഗീയതയെ പ്രതിരോധിക്കാനും വർഗരാഷ്ട്രീയം തൊഴിലാളികൾ കൃഷിക്കാർ ഇപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഇതുവരെ ചോദിച്ചാൽ കർഷക ജനവിഭാഗങ്ങളുടെ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങളെല്ലാം വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇലക്ഷനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വർഗസമര പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി
ഈ വർഗീയ കൂട്ടായ്മക്കെതിരായിട്ട് മുന്നോട്ടേക്ക് പോകാനാവണം. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ BJPയുടെ അപകടം മനസ്സിലായും അതിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് കോൺഗ്രസ് എന്ന് കരുതിപ്പോയ ആളുകളെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രതയായ സഹനപൂർണമായ പ്രവർത്തനം ഈ പരാജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താനാവണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കണ്ടിട്ടുള്ളത്. ഇതാണ് വിശദീകരിക്കാൻ. അല്ല, ഞങ്ങളതിനെ സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണല്ലോ. ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ ആരുടെയെങ്കിലും പെരുമാറ്റമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിലപാടുകളോ വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. അത് പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകും. സർവ്വതല സ്പർശിയായ മേഖലയിൽ ആവശ്യമുള്ള തിരുത്തൽ പാർട്ടി നടത്തും. തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ സഹാക്കളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. അല്ല, അങ്ങനെയല്ല അതിനെ കാണുന്നത്. അല്ലല്ല, എന്താ അറിയോ, അത് കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഈ ഞങ്ങളുടെ എല്ലാ നാട്ടിൽ ഇവിടെ ഈഴവ. അവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കമാണ് ആരംഭിച്ചത്. അത് ശക്തിയായിട്ട് അതിനെതിർത്തുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അതിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമത്തെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അവരെപ്പറ്റി മാത്രമല്ല, മറ്റ് വിവിധ സംഘടനകളുണ്ടല്ലോ. ചെറിയ ചെറിയ സംഘടനകൾ നിരവധിയുണ്ട്. ജാതി സംഘടനകളെ പറ്റി ഞാൻ പറഞ്ഞു. അതന്നേരം പറയാം. മുൻഗണനാക്രമം ഞങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടുത്ത മാസമാകും. വളരെ വേഗം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ. അത് നമുക്ക് ഈ സാമൂഹിക ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ മാറ്റങ്ങളെ ഉൾപ്പെടെ കണ്ടുകൊണ്ടു പോകണം. ഓരോന്നിനെ സംബന്ധിച്ച് ഇടപെടണം. അത് ഇടപെടും എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെ അത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. അവിടെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ നേരെ ഇടപെട്ട വലിയ രീതിയിലുള്ള ഭരണ ഭയപ്പെടുത്തലുണ്ട്. തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കിത് മനസ്സിലാവുന്നത് പല മേഖലയിലുമായിട്ട്. ഞങ്ങളിപ്പോഴും തിരുത്തലിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ തിരുത്തലിന് വിധേയപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്നവർക്കെല്ലാം ഞങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോകാം. അതിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. SNDP അതിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ ചൂണ്ടിക്കാണിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് കണ്ടുകൊണ്ടുപോകണം നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് പറഞ്ഞത്. അല്ല, പെട്ടെന്നൊരു പരിവർത്തനമൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലമായിട്ട് ഇങ്ങനെ തുടർന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പതിറ്റാണ്ടുകളായിട്ട് BDJS-ഉമായിട്ട് ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ മകൻ, ഇപ്പോഴാണെങ്കിൽ അവരുടെ ഭാര്യ, ഇവരെല്ലാം മെല്ലെ മെല്ലെ RSS വൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും, എല്ലാ മേഖലയും ഒരുപോലെയല്ല, കേരളത്തിലുടനീളം ഒരുപോലെയല്ല, വിവിധ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതാത് മേഖലയിൽ വളരെ ഫലപ്രദമായി ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകണം തന്നെയാണ് കാണുന്നത്.